ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടെ മാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയോ? എന്തായാലും ജോൺ സ്നോ തിരിച്ചു വരുന്നത് പോലെ ചത്തിട്ടില്ല. ഞാൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഞാൻ വരും, നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വരും. നിന്നെ ചുമന്നുകൊണ്ടുപോകുന്ന 4 പേരിൽ ഒരാളായിട്ട് ഞാനുണ്ടാവും. ഇങ്ങനെയുള്ള ജീവിതത്തിൽ അറം പറ്റിയ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ചിലർക്കത് വിഷമകരമാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയിലേക്ക് കിടക്കാം. ഇതൊരു കോമഡി ഹൈസ്റ്റ് പടമാണ്. ഈ വർഷം പുറത്തിറങ്ങിയ ദ നേക്കഡ് ഗൺ. ഇത് പണ്ടിറങ്ങിയ നേക്കഡ് ഗൺ സീരീസുകളുടെയൊക്കെ ഒരു പുതിയ വേർഷനാണ്. ലിയാം നീസൺ ആണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ആക്ഷൻ പടങ്ങളുടെയൊക്കെ ഉദ്ദിഷ്ടകാര്യ ഹീറോ ആയിരുന്നു. അങ്ങേരെ കൊണ്ടുപോയി ഇതുപോലുള്ള ഒരു ജോക്കർ പടത്തിൽ നായകനാക്കി എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കണമെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ ബാങ്കിനകത്ത് കുറേയധികം കൊള്ളക്കാരിടിച്ചു കയറി അവിടെയുള്ളവരെയെല്ലാം തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തേക്ക് കറുത്ത കോട്ടും വെള്ളത്തലമുടിയുമായി ഒരു റഷ്യൻ ലുക്കുള്ള വില്ലൻ കയ്യിലൊരു കുഞ്ഞു ബോംബുമായി ലോക്കർ മുറിക്കകത്തേക്ക് കയറി അവിടത്തെ ഒരു ലോക്കർ പൊട്ടിച്ച് അതിനകത്ത് പെട്ടിയെടുത്ത് തുറന്നു നോക്കുമ്പോണ്ട് അതിനകത്തൊരു ഡിവൈസ്, കമ്പ്യൂട്ടർ ചിപ്പൊക്കെ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ്. ഈ സമയത്ത് കൊള്ളവിവരമറിഞ്ഞ പോലീസുകാരെല്ലാവരും ആ ബാങ്കിന് ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ്. അവർക്കകത്തേക്ക് കയറാനോ ആക്രമിക്കാനോ അനുവാദം കിട്ടിയിട്ടില്ല. കാരണം എന്താ? കാരണം അകത്ത് ആൾക്കാരുണ്ട്. അപ്പോഴായിരിക്കും ഒരു കൊച്ചു പെൺകുട്ടി, ഒരു പാവം കൊച്ചു പെൺകുട്ടി, അവളിങ്ങനെ തുള്ളിച്ചാടി പുൽച്ചാടി ബാങ്കിനകത്തേക്ക് കയറിപ്പോവുക. അപ്പൊ പോലീസുകാർ പറയും, അരുത് മോളെ അരുത്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ആ പെൺകുട്ടി ഏതോ തിയേറ്ററിനകത്തേക്ക് കയറുന്നത് പോലെ വളരെ അനായാസമായി അകത്തേക്ക് കയറി ചെന്നു. അവൾ ഈ കൊള്ളക്കാരെ കണ്ട് പേടിക്കുന്നില്ല. അപ്പൊ ആ കൊള്ളക്കാര് ചോദിക്കും, നീ ഏതാടി ഇത്തിൽ കണ്ണി, നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്തേക്ക് കയറിപ്പോരാനെന്ന്? ഉടനെ ആ പെൺകുട്ടി തന്റെ മുഖം മൂടി വലിച്ചങ്ങോട്ട് മാറ്റിയെടുക്കും. അപ്പൊ ഒരു പെരുത്ത തന്ത, അതാണ് നമ്മുടെ കഥാനായകൻ. ഹീസ് മൈ ഫേവറേറ്റ് ഹീറോ. പക്ഷെ പുള്ളിനെയും നമ്മൾ കളിയാക്കും. ഇതിപ്പോൾ ഇത്രയും കുഞ്ഞു ശരീരത്തിൽ എങ്ങനെ വലിയ മോന്ത വന്നു, വലിയ ആള് വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. ടോം ക്രൂസിനെ കളിയാക്കിയതാണ് അണ്ണൻ. എന്തായാലും പാവാടയിട്ട് വലിയ മനുഷ്യനായ ഹീറോ തന്റെ കയ്യിലെ കോലുമുട്ടായി വെച്ച് ഈ കൊള്ളക്കാരെയെല്ലാം അടിച്ച് കീഴ്പ്പെടുത്തും. ലേശം കോമാളിത്തരത്തിലുള്ള അടിയാണ്, എന്നാലും കുഴപ്പമില്ല, ആൾക്കാരെല്ലാം പറ്റിച്ച് കീഴ്പ്പെടുത്തിയല്ലോ. എന്നാൽ ഈ സമയത്ത് നേരത്തെ കണ്ട വെള്ളമുടിയുള്ള വില്ലനില്ലേ, അയാള് ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡിവൈസ് കൊണ്ടുപോയി വലിയൊരു മുതലാളിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അയാൾ മാത്രം രക്ഷപ്പെട്ടു. ഇവിടെ ഹീറോ എല്ലാ കൊള്ളക്കാരെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ട് തന്റെ ഓഫീസിലേക്ക് തിരിച്ചു പോവാണ്. ഓഫീസിലാവട്ടെ ഹീറോയ്ക്ക് വമ്പനൊരു സ്വീകരണം കൊടുക്കുന്നു. കാരണം ഇതോടുകൂടെ ഹീറോ 1000 ദുഷ്ടന്മാരെ പിടിച്ചിട്ടുണ്ട്. 1000 ബാഡ് ഗൈസ്. പോലീസിൽ തന്നെയുള്ളൊരു സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ഹീറോ ജോലി ചെയ്യുന്നത്. അപ്പോഴായിരിക്കും ഹീറോയുടെ ചീഫ് വന്നിട്ട് എല്ലാവരെയും ചീത്ത പറഞ്ഞ് ഹീറോയെ അവരുടെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുക. സംഭവം ഹീറോ കുറെ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന് ഹീറോയെ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ചീഫ്. കാവല് നിൽക്കാൻ പോയ സ്ഥലത്ത് ജക്കൂസിയിൽ ഇറങ്ങി കുളിക്കുക, കൊള്ളക്കാരെ പിടിക്കാന്ന് പറഞ്ഞ് അവരുടെ തലയും കാലും തല്ലി പൊളിക്കുക, കോഫി ഷോപ്പിൽ കോഫി ലേറ്റായി എന്നും പറഞ്ഞ് ആ ഷോപ്പിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പൂട്ടിയിടുക. ഇങ്ങനെയുള്ള ഒരുപാട് വിനോദങ്ങൾ കാണിക്കുന്നുണ്ട് ഹീറോ. ഇനിയുമാര് തോന്നിയാസങ്ങൾ കാണിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ആ കൊള്ളക്കേസിൽ നിന്ന് നിന്നെ മാറ്റുക. പകരം ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് മലിബോല്, നീ അത് ചെന്ന് അന്വേഷിക്കുന്നും പറഞ്ഞ് ഹീറോയ്ക്ക് ചീഫ് മറ്റൊരു കേസ് കൊടുത്ത് അവിടുന്ന് പറഞ്ഞുവിടും. ഹീറോ അപ്പോൾ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പോൾ സ്റ്റേഷന്റെ അവസ്ഥയാണെങ്കിൽ പഴയ പോലെയല്ല. കള്ളന്മാർക്ക് ഫാനൊക്കെ വെച്ച് ടച്ചപ്പ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഹീറോ നേരെ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് ചെല്ലുന്നു. ഇദ്ദേഹമാണ് പഴയ നേക്കഡ് ഗൺ ഹീറോ. പുള്ളിക്കാരൻ ഹീറോയുടെ അച്ഛനാത്രേ. എന്തായാലും ഞാൻ പോലീസിൽ ചേരുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചുപോയി. എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ തരണേ അപ്പാ, ഒരു മൂങ്ങേനെങ്കിലും കാണിച്ചു തരണേ എന്ന് ചോദിച്ച് ഹീറോ കരയാണ്. അപ്പോൾ ഇതേ സ്റ്റേഷനിൽ മരിച്ചുപോയ അപ്പന്മാരെ കണ്ട് ബാക്കിയുള്ള ഓഫീസർമാരും കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും ആ സീനെല്ലാം കഴിഞ്ഞ് ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ഹീറോ തൻ്റെ കൊളീഗ് പോലീസുകാരന്മാരുമായിട്ട് പോകുന്നു. ഒരു കാറ് കൊക്കയിലേക്ക് മറിഞ്ഞു കിടക്കുക. കാറിനകത്തുണ്ടായിരുന്ന ആള് സംഭവ സ്ഥലത്ത് തന്നെ മറുകയ. കണ്ടിട്ടതൊരു ആത്മഹത്യയാണെന്നാണ് ആദ്യാവിഷ്കാരത്തിൽ പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഹീറോയ്ക്ക് ഈ കാറിനകത്ത് നിന്നും സംശയാസ്പദമായ ഒരു തീപ്പെട്ടി കണ്ടുകിട്ടുന്നുണ്ട്. അതെന്തായാലും പുള്ളിക്കാരൻ എടുത്തു വയ്ക്കും. ഇതാരാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ സൈമൺ ഡേവ് പോട്ട് എന്ന 53 വയസ്സുള്ള ഒരു മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഭാര്യയോ കുട്ടികളോ ഒന്നുമില്ല, ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമറായിരുന്നു. അങ്ങനെ അവിടുത്തെ അന്വേഷണമെല്ലാം ഹീറോ തീർത്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു. അപ്പോഴാണ് ഈ കഴിഞ്ഞ ബാങ്കിലെ കൊള്ളയില്ലേ, അതിലെ വിവരങ്ങൾ മറ്റൊരു പോലീസുകാരി ഹീറോയോട് പറയുക. ആ കേസ് അന്വേഷിക്കുന്നത് വേറൊരു പോലീസാണ്. എന്നാലും
ഹീറോയോട് ഈ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ബാങ്കിനകത്തേക്ക് കയറിയ കൊള്ളക്കാർക്ക് പരസ്പരം അറിയില്ല. അതായത് ഓരോരുത്തരെയും ആരോ സെലക്ട് ചെയ്തു. ഇവർക്ക് പരസ്പരം അറിയില്ല. ഇവരെന്തിനാ ബാങ്കിനകത്ത് കയറിയെന്ന് പോലും അറിയില്ല. കേറിക്കോ കിട്ടുന്നൊക്കെ എടുത്തിട്ട് ഓടിക്കോ എന്നും പറഞ്ഞ് ആരോ ഇവർക്ക് കീ കൊടുത്ത് വിട്ടതാ. അതാരാണെന്നും അറിയില്ല. അതേപോലെ അവരടിച്ചു മാറ്റുന്ന പണം നിങ്ങൾ തന്നെ വെച്ചോന്നും കൂടെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്ത കൊള്ളക്കാരൻ ആ ബാങ്കിനകത്തു നിന്നും മറ്റെന്തോ ആണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അതടിക്കാനായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഇതും പറഞ്ഞ് ഹീറോ മുന്നോട്ട് കടന്നു പോകുമ്പോൾ വേറൊരു പോലീസുകാരൻ വന്നിട്ട് ഹീറോയെ കാണാൻ ഒരു ഭംഗിയുള്ള സ്ത്രീ വന്നിട്ടുണ്ട്. അവർക്ക് ഹീറോയോട് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു കാത്തിരിക്കുകയാണെന്ന് പറയും. ഹീറോ നോക്കുമ്പോൾ നല്ല മേനി അഴകുള്ള ഒരു പെണ്ണ് ഹീറോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ ചെന്ന് സംസാരിക്കാം, ഇപ്പം തന്നെ ചെന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോ ഡോറ് തുറക്കുമ്പോഴാണ് അത് മേനി അഴകുള്ള പെണ്ണല്ല, ബാഗ് തൂക്കിയിടാൻ വെച്ച ഹാങ്ങറാണെന്ന് മനസ്സിലാവുക. ഷടാ ഇതിപ്പോൾ എന്താ പറ്റിയെന്നും പറഞ്ഞ് ഹീറോ മുഖം തിരിക്കുമ്പോഴാണ് ശരിക്കുള്ള പെണ്ണിനെ കാണുന്നത്. അവരും സുന്ദരിയാണ്, കുറച്ച് പ്രായമായിരുന്നേ ഉള്ളൂ, ഒരു അമ്മച്ചി സുന്ദരി. അവരോട് ഹീറോ ചെന്നിട്ട് എന്താ ചേച്ചി നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത് എൻ്റെ സഹോദരനാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ആരോ കൊന്നതാണ്. ആ കേസ് നിങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഇത് കേൾക്കുന്ന ഹീറോ എന്തായാലും വന്ന കാലിൽ നിൽക്കാതെ അവിടെ ഇരുന്നോളൂ, ടേക്ക് യുവർ സീറ്റ് എന്ന് പറയും. അപ്പോൾ ആ ചേച്ചി എൻ്റെ വീട്ടിൽ ഒരുപാട് ചെയറുണ്ട്, ഇവിടുന്ന് ഒരെണ്ണം എടുക്കാൻ നിങ്ങൾ എന്നോട് പറയണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. അല്ലെങ്കിലും ഈ ടേക്ക് യുവർ സീറ്റ് എന്ന വാചകം സ്കൂൾ കാലഘട്ടം മുതലേ എനിക്കും സംശയമുള്ളതായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ചേച്ചി എൻ്റെ സഹോദരൻ എന്നെ ഇന്നലെ വിളിച്ചിട്ട് ഇന്ന് നമ്മൾ തമ്മിൽ കാണണം, എനിക്കൊരു മുഖ്യമായ വിഷയം പറയാനുണ്ട്, അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ ആള് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യണം? അതാണ് എൻ്റെ സംശയമെന്ന് ആ ചേച്ചി പറയും. അപ്പൊ ഹീറോ നിങ്ങളുടെ സഹോദരൻ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യണമെന്ന് ചോദിക്കും. റിച്ചാർഡ് കെയ്ൻ എന്ന് പറയുന്ന ഒരു IT ജീനിയസിന് വേണ്ടിയിട്ടാണ് അങ്ങേര് ജോലി ചെയ്യണമെന്ന് ഈ ചേച്ചി പറയാ. ഈ റിച്ചാർഡ് കെയ്ൻ ടെസ്ല പോലുള്ള കാറുകൾ ഉണ്ടാക്കുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ്. അങ്ങേരെന്റെ സഹോദരനെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് ഈ ചേച്ചി ഹീറോയോട് പറയുന്നു. അപ്പൊ ഹീറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കാം, നിങ്ങൾ വിഷമിക്കാതെ. അതേസമയം ഈ കാര്യങ്ങളൊന്നും പുറത്താരോടും നിങ്ങൾ പറയരുത്, ഈ കേസ് നേരിട്ട് അന്വേഷിക്കാനും ശ്രമിക്കരുതെന്ന് ഹീറോ പറയും. അപ്പൊ ആ ചേച്ചി നിങ്ങൾ ഈ കേസ് പ്രോപ്പറായി അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ നേരിട്ട് അന്വേഷിക്കേണ്ടി വരും, അത് നിങ്ങൾക്ക് കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇവിടെ കാണാൻ വന്നാൽ മതി എന്നും പറഞ്ഞ് അവർ വർക്ക് ചെയ്യുന്ന ഒരു ക്ലബിന്റെ കാർഡും ഹീറോയ്ക്ക് കൊടുത്തിട്ട് ഇവരിറങ്ങി പോവുക. പോകാൻ നേരം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ടേക്ക് യുവർ സീറ്റ് എന്ന്, പറഞ്ഞ വാക്കിന് വിലയുള്ള ആളാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതുകൊണ്ട് ഞാൻ ഈ സീറ്റും കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്ന ചെയറും വലിച്ചെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവും. അതെനിക്കിഷ്ടായി. നല്ല ബോൾഡായ സ്ത്രീ, ബ്രേവ് ഗേൾ. അത് കഴിഞ്ഞ് ഹീറോ ഇങ്ങനെ മനസ്സിൽ വോയിസ് ഓവറൊക്കെ പറഞ്ഞ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുക. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓൺ ദ വേ റോഡിൽ വെച്ചാണെന്ന് നോക്കണം, ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എന്തായാലും ഇപ്പം ഹീറോ ചെല്ലുന്നത് നേരത്തെ പറഞ്ഞ ആ വലിയ IT കാരൻ്റെ ഏതോ ഒരു പുതിയ ഇവന്റിനാണ്, പുതിയ ടെക്നോളജി ഇവന്റിനാണ്. ഹീറോ എൻട്രൻസിൽ കയറി ഡ്രിങ്ക്സിന്റെ ഭാഗത്ത് കോട്ടിന്റെ ഭാഗത്തുള്ള ഡ്രിങ്ക്സും എടുത്ത് കുടിക്കും. ആ ഗ്ലാസ്സിനകത്ത് ടിപ്സിന് വെച്ചിരുന്ന ചില്ലറയായിരിക്കും വായിലേക്ക് വീഴുക. എന്തായാലും ഇപ്പോൾ തുപ്പിക്കളഞ്ഞിട്ട് നേരെ അകത്ത് ചെന്ന് ഈ ഇവന്റ് ഓർഗനൈസറായ എലോൺ മസ്കിനെ ചെന്ന് കാണുന്നുണ്ട്. അദ്ദേഹത്തോട് ഹീറോ ഞാൻ ഇവിടുത്തെ ലോക്കൽ പോലീസാണ്, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡേവൻപോർട്ട് എന്ന ആള് മരണപ്പെട്ട അവസ്ഥയിൽ പോലീസിന് കണ്ടുകിട്ടി, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാണെന്ന് പറയും. അത് കേട്ട എലൻ മസ്ക്, ഈ പടത്തിലെ എലൻ മസ്ക് മുതലാളി, അങ്ങേര് പറയാണ് ഡേവൻപോർട്ട് എന്റെ നല്ലൊരു ജോലിക്കാരനായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ ഈ ഇടയായി ഒരുപാട് ഡിപ്രഷനിലാണ് കാണപ്പെട്ടത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യ ആവാൻ സാധ്യതയുണ്ട്. കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് മുതലാളി പറയും. ഈ മുതലാളിയാണ് നേരത്തെ ആ ഡിവൈസ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്. ഇപ്പൊ പുള്ളിക്കാരൻ ഹീറോയെ കൊണ്ടുപോയി അയാളെ പുതിയ ടെക്നോളജിയും കണ്ടുപിടുത്തങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഹീറോയ്ക്ക് വലിക്കാൻ ഒരു സിഗാർ ഓഫർ ചെയ്യും. പക്ഷെ ഹീറോ വലിക്കാരനല്ല, അതുകൊണ്ട് ആ സിഗാർ വാങ്ങിക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് പുള്ളിക്കാരന്റെ കയ്യിലുള്ള തീപ്പെട്ടി ഹീറോ നോട്ട് ചെയ്യുന്നുണ്ട്. അതേ തീപ്പെട്ടിയാണ് മരണപ്പെട്ട ഡേവൻപോർട്ടിന്റെ കാറിലുണ്ടായിരുന്നത്. എന്തായാലും ഇതെല്ലാം നോക്കി വെച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് കഴിയുമ്പോൾ ഈ മുതലാളി അയാളുടെ ജോലിക്കാരനെ വിളിച്ച് ഒരു പോലീസുകാരൻ എന്നെ കാണാൻ വന്നിരുന്നു, അയാൾ ഇനി അധികം എന്നെ ശല്യം ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പുള്ളിക്കാരന് നമ്മുടെ പുതിയ ടെസ്ല കാർ ഒരെണ്ണം സമ്മാനമായിട്ട് കൊടുക്കണമെന്ന് പറയും. അതേപോലെ പിറ്റേ ദിവസം ഹീറോയ്ക്ക് ഈ മുതലാളിയുടെ ഒരു ടെസ്ല കാർ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, ഒരു റൈഡ് പോയി നോക്കാമെന്നും പറഞ്ഞ് ഹീറോ ആ കാറിനകത്തേക്ക് കയറും. ഡോർ അടയ്ക്കണ സ്വിച്ച് അമർത്തുമ്പോൾ കൂട്ടുകാരന്റെ കൈയും ചേർന്ന് അടയുന്നുണ്ട്. അകത്ത് ശബ്ദമൊന്നും കേൾക്കില്ല, സൗണ്ട് പ്രൂഫാന്നും പറഞ്ഞ് ഇവർ ചാർജിങ് സ്റ്റേഷനും വലിച്ചു പൊട്ടിച്ച് വളരെ ഹായായിട്ട് കൂളായിട്ട് ഓടിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ നേരത്തെ ബാങ്കിൽ കൊള്ള നടത്തിയില്ലേ, അതിൽ ഒരാളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അയാളാണെങ്കിൽ ഞാൻ ഈ കൊള്ളയിലെ പങ്കെടുത്തിട്ടില്ലെന്ന് പറയും.
എന്നാൽ ഇവര് അവിടുത്തെ CCTV ഫൂട്ടേജ് കാണിച്ചിട്ട് നീ ആ കൊള്ളയിൽ പങ്കെടുത്ത് ഞങ്ങൾക്കറിയാം, നിന്നെ 50 വർഷം പിടിച്ചകത്തിടും, സത്യം പറ, നിനക്കറിയാവുന്ന സത്യമെല്ലാം തുറന്നു പറഞ്ഞേക്ക്, എന്നാൽ 2 വർഷത്തിൽ പുറത്തു വിടാന്ന് പറയും. അപ്പൊ അയാൾ സത്യമെല്ലാം തുറന്നു പറയാണ്, ഞങ്ങൾ ആരാണ് റിക്രൂട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല, ഓരോരുത്തരും തനി കള്ളന്മാരായിരുന്നു. അവർ ഞങ്ങളോട് കാശെടുക്കാൻ പറഞ്ഞിട്ട് അതേസമയം സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് ഉള്ള ഭാഗത്തേക്ക് വഴിയൊരുക്കാൻ പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഹീറോ ആ സേഫ്റ്റി ഡെപ്പോസിറ്റ് ഉള്ള ലോക്കർ മുറിയിലെ ഏത് ബോക്സാണ് ഇവർ പൊട്ടിച്ചെന്ന് പരിശോധിക്കും. അതിലെ ഒരു ബോക്സ് മാത്രമാണ് ഇവർ പൊട്ടിച്ചെടുത്തിരിക്കുന്നത്, ബോക്സ് 595. അത് ആരുടെ പേരിലുള്ളതാണെന്ന് പരിശോധിക്കുമ്പോൾ സൈമൺ ഡേവൻപോർട്ട്, കാറ് കൊക്കയിലേക്ക് വീണ് മരിച്ചുപോയ ആളുടെ പേരിലുണ്ടായിരുന്ന സേഫ്റ്റി ബോക്സ് ആയിരുന്നു അത്. ഇതിൽ നിന്നും ഹീറോയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ 2 കേസുകളും തനി കേസുകളല്ല, അലഗ് കേസ് നഹി ഹേ, ഏക് ഹി ആദ്മി കാ കേസ്. ഈ സമയത്ത് ആ ടെസ്ല മുതലാളി ലോകത്തുള്ള വലിയ രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ പുതിയ ടെക്നോളജി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പ്രിമോർഡിയൽ ലോ ഓഫ് ടഫ്നെസ് ഡിവൈസ്, അതാണ് ആ കണ്ടുപിടുത്തം. ഈ ഡിവൈസ് ഇവര് നേരത്തെ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏതോ ഒരു കഫയിൽ ഈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓണാക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാം മൊബൈൽ ഫോണിലേക്ക് ഈ ഡിവൈസ് കണക്റ്റ് ആയിട്ട് നേരെ അവരുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കും. പരസ്പരം അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക സിഗ്നലാണത്. ഈ സോംബിയൊക്കെ പിടിപെട്ടതുപോലെ നമ്മുടെ ബ്രെയിൻ എന്തായാലും പലതരം സിഗ്നലുകൾ വാങ്ങിക്കാനും അത് പുറപ്പെടുവിക്കാനും കഴിവുള്ളതാണെന്നറിയാലോ. ആ സംഭവം യൂസ് ചെയ്തിട്ടാണ് ഈ ഡിവൈസ് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത്. അത് കിട്ടിയ ഉടനെ ആൾക്കാർ പരസ്പരം തല്ലാൻ തുടങ്ങും. ഇത് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയുമാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ഇതുകൊണ്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ എല്ലാവരും പരസ്പരം തമ്മിലടിച്ച് ചാവാൻ തുടങ്ങും. അനാവശ്യമായ ജനങ്ങളെല്ലാം അതോടുകൂടെ ചത്തൊടുങ്ങി പോകുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ ഒരുപാട് കാശുള്ളവരാവട്ടെ ഈ ഇൻഫെക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ടെസ്ലാക്കാരന് പണം കൊടുക്കുകയാണെങ്കിൽ ഇവര് കണ്ടുപിടിച്ച പ്രത്യേക ബങ്കറിലേക്ക് ആ പണക്കാർക്ക് മാത്രം കയറി ഒളിച്ചിരുന്ന് താമസിക്കാം. ഈ ഇൻഫെക്ഷൻ എല്ലാം തീർന്നു കഴിയുമ്പോൾ അവർക്ക് വീണ്ടും പുറത്തേക്ക് വരാം, പുതിയ ലോകം പടുത്തുയർത്താം. അവിടെ ഇവര് മാത്രമേ ഉണ്ടാവുള്ളൂ. അടിമ പണിക്കാരായിട്ട് ബാക്കിയുള്ള കുറച്ച് ജനങ്ങളുണ്ടാവും. അവരെപ്പോ വേണമെങ്കിലും കൺട്രോളും ചെയ്യാൻ പറ്റും. ഇതാണ് ആ പുതിയ ഡിവൈസിന്റെ സെറ്റപ്പ്. പ്രൊജക്ട് ഇൻഫെർണോ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമയത്ത് ഹീറോ ഏതോ ഒരു പബ്ബിലേക്ക് പോകുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഡേവൻപോർട്ടിനെ അവസാനമായിട്ട് കണ്ടത് ഈ പബ്ബിൽ വെച്ചിട്ടായിരുന്നു. അവിടുത്തെ ബാർടെൻഡർ അയാൾ ആരാണെന്ന് പോലും അറിയില്ലെന്ന് പറയുമ്പോൾ ഹീറോ പുള്ളിക്കാരന് 2 കൊട്ടു കൊടുത്തിട്ട് സത്യം പറയടാന്ന് പറയും. അപ്പൊ അങ്ങേര് നിങ്ങൾ പറഞ്ഞ ആള് ചില ദിവസങ്ങളിൽ ആ മൂലയ്ക്ക് വന്നിരുന്ന് വെള്ളമടിക്കാറുണ്ടെന്നും പറഞ്ഞ് മൂലയിലുള്ള ടേബിൾ കാണിച്ചു കൊടുക്കുന്നു. ആ നേരത്തായിരിക്കും ഡേവൻപോർട്ടിന്റെ തങ്കച്ചി അങ്ങോട്ട് വരുന്നത്. നീ എന്താ ഇവിടെ കാണിക്കണമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഞാൻ ആ മുതലാളിയെ പരിശോധിക്കാൻ വന്നാണെന്ന് ഹീറോയും പറയും. ഈ മുതലാളിയുടെ പബ്ബ് തന്നെയാണത്. ഹീറോനെയും ആ പെണ്ണിനെയും കണ്ടിട്ട് മുതലാളി അതിശയിച്ച് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും എനിക്ക് പുതിയൊരു പെണ്ണിനെ കിട്ടി, ഞാൻ ഡേറ്റിന് വേണ്ടി കൊണ്ടുവന്നാണെന്ന്. അപ്പൊ ഹീറോയിൻ കുറച്ചു നേരം ഞാൻ ഇവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാം ഈ മുതലാളിയോട്. ആ സമയം നോക്കി നിങ്ങൾ ഈ പബ്ബിലെ CCTV ഫൂട്ടേജ് കളക്ട് ചെയ്യൂ, അപ്പൊ ഡേവൻപോർട്ട് എങ്ങോട്ടാണ് പോയെന്ന് മനസ്സിലാക്കുമെന്ന് തങ്കച്ചി പറയും. ശരിയെന്നും പറഞ്ഞ് ഹീറോ ആ പെണ്ണിനെ വില്ലനോട് വർത്താനം പറയാൻ വിട്ടിട്ട് ഇങ്ങനെ ആരും കാണാതെ ഒളിച്ചും പാത്തും ഇവരെ CCTV മുറിയിലേക്ക് കടന്നു ചെല്ല, കൺട്രോൾ മുറിയിലേക്ക്. അവിടുന്ന് കാലും വഴുതി ഏതൊരു ബേസ്മെന്റിലേക്ക് പുള്ളിക്കാരൻ തെറിച്ച് വീഴുന്നുണ്ട്. സെക്യൂരിറ്റിക്കാർ അന്വേഷിച്ചു പോകുമ്പോൾ അവരെ കാണാതെ തിരിച്ചെഴുന്നേറ്റ് വന്ന് എല്ലാവരെയും അടിച്ചിട്ട് ഈ CCTV ഫൂട്ടേജിലുള്ള ഡേവൻപോർട്ടും മുതലാളിയുമായിട്ടുള്ള കോൺവെർസേഷൻ കണ്ടുപിടിക്കും. അതിൽ വേറെ ഒരു മുടിക്കാരനും കൂടെ വന്നു കിട്ടിയിട്ടുണ്ട്. ആരാ നോക്കുമ്പം പുള്ളി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാ. അയാളുമായിട്ട് ഡേവൻപോർട്ട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. ഇത്രയും മനസ്സിലാക്കിയ ഹീറോയെ ആക്രമിക്കാൻ വേണ്ടി വില്ലന്മാര് തടിച്ചുകൂടിയിട്ടുണ്ട്. ഹീറോ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി വന്ന് ഹീറോയുടെ ചീഫിനെ ആ അർദ്ധരാത്രി തന്നെ കണ്ടിട്ട് ഡേവൻപോർട്ടിന്റെ മരണവുമായി ടെസ്ല കമ്പനി ഓണർക്ക് ബന്ധമുണ്ട്, പുള്ളിക്കാരനാണ് കുറ്റവാളി, പുള്ളിക്കാരൻ ഒളിച്ചും പാത്തും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് കേട്ട ചീഫ്, പുള്ളി ഒരു വലിയ സെലിബ്രിറ്റിയാ, അങ്ങനെ എവിഡൻസ് ഇല്ലാതെ പുള്ളി അറസ്റ്റ് ചെയ്യാനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ കഴിയില്ല. നീ ഓൾറെഡി കാണിച്ച പേക്കൂത്തുകൊണ്ട് നമ്മുടെ ഓഫീസ് തന്നെ ആൾക്കാർ അടച്ചുപൂട്ടിയിരിക്കുക. എന്നോട് വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ജോലി ഇട്ടെറിഞ്ഞ് വേറെന്തെങ്കിലും പണി നോക്കെന്നും പറഞ്ഞ് ചീഫ് ഹീറോയെ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അത് കഴിയുമ്പം ഹീറോയ്ക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പുതിയതായി കിട്ടിയ ആ കാമുകിയെ കാണാൻ ചെല്ലാണ്. അതെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞു അവര് തമ്മിൽ കണ്ടുമുട്ടി സംഗമിച്ച് സ്നേഹിച്ച് അങ്ങനെ കുറച്ചു സമയം പോകും. എന്നാൽ ഇവരെ ആ വെള്ളത്തലമുടിയൻ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, മുതലാളി വിട്ട ആ കൂലിപ്പടയാളി. ഇവരങ്ങനെ സ്നേഹിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഹീറോ ഡേവൻപോർട്ട് കണ്ടുമുട്ടിയ ആ പത്രക്കാരനില്ലേ, അയാളെ കാണാൻ ചെല്ലുന്നുണ്ട്. അയാളുടെ വീടിനകത്തേക്ക് പോകുമ്പോൾ അവിടെ ആരുമില്ല, ഒരു കത്തി മാത്രം ടേബിളിൽ വെച്ചിട്ടുണ്ടാവും, രക്തക്കറ പുരണ്ട അവസ്ഥയിൽ. അടുത്ത് തന്നെ പിക് മീ അപ്പ് എന്ന് ഒരു നോട്ടും ഉണ്ട്, എന്നെ എടുക്കൂന്ന് ആരോ പറഞ്ഞിരിക്കുക. ശരി, ആരോ സഹായം ചോദിച്ചല്ലേ, ഞാൻ എടുത്തേക്കാന്നും പറഞ്ഞ് ഹീറോ ആ കത്തി കയ്യിലെടുക്കുന്നു.
അപ്പോൾ അടുത്തന്നെയായി ഒരു റെക്കോർഡറും ഒപ്പം മറ്റൊരു നോട്ടും കൂടെ കാണും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ റെക്കോർഡർ എടുത്ത് നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാനാണത് ചെയ്തതെന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം. എന്തായാലും ഈ വീട്ടിലേക്ക് കടന്നു വന്നതല്ലേ, അവർക്ക് വിഷമമുണ്ടാന്നും പറഞ്ഞ് ഹീറോ ആ പറഞ്ഞതും ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ലെഫ്റ്റനന്റ് ഫ്രാങ്ക് ഡെബ്രിൻ, ഞാനാണിത് ചെയ്തത്. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ചോദിച്ചിട്ട് ഹീറോ വീടിനകത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ആ പത്രക്കാരൻ മരിച്ചു കിടക്കുന്നത് കാണുക. സോ തന്നെ ആരോ കുടുക്കിയതാണെന്ന് ഇപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തിരിയുമ്പോഴേക്കും ശരിക്കുള്ള പോലീസുകാരും അവിടെ വന്നു കഴിഞ്ഞു. അവരെ കയ്യിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഹീറോ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് താഴത്തേക്ക് ചാടിയിട്ട് ആ ടെസ്ല കാറും എടുത്ത് ഓടിച്ചു പോവാ. പക്ഷെ അപ്പോഴാണ് അടുത്ത പണി കിട്ടുന്നത്. ഈ കാർ ഇന്റർനെറ്റ് കാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എലൻ മസ്ക് വന്നിട്ട് നീ എന്നെ കൊടുക്കാൻ നോക്കുകയാണോടാ, ഇപ്പം ഞാൻ നിന്നെ കുടുക്കിയത് കണ്ടില്ലേ, ഇനി നിനക്ക് എങ്ങോട്ടും രക്ഷയില്ല, ഈ കാർ ഞാനാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, നിന്നെ കൊണ്ടുപോയി കടലിൽ കളയെന്നും പറഞ്ഞ് ഇയാൾ വേഗത്തിൽ ഓടിച്ചു പോവാ. ഹീറോയുടെ കാറ് അയാൾ കൺട്രോൾ ചെയ്ത് ഓടിച്ചു പോവാ. അപ്പൊ ഹീറോ ഈ കാറിലെ ഡിസ്പ്ലേയിൽ പിടിച്ച് കുറെ ചവിട്ടും തൊഴിയും കൊടുക്കുമ്പോഴേക്കും ഒരു ഡോർ ഓപ്പണായി. അങ്ങനെ കിട്ടിയ ഒരു ഡോർ ഓപ്പണിൽ കൂടെ ഹീറോ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുക. അത് കഴിഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരൻ പോലീസിനെ വിളിച്ച് ഇതിനെല്ലാം കാരണം ടെസ്ല ഓണറാ, അയാൾ എന്നെയും കൊല്ലാൻ നോക്കി, അയാളെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറയും. എന്നിട്ട് എന്തോ ഒരു കാര്യം കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു സഹായം. അത് കഴിഞ്ഞ് നേരെ കാമുകിയെ ചെന്ന് കാണുന്നു, അവസ്ഥയൊക്കെ പറയുന്നു. തൻ്റെ കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കും. കാമുകി പെട്ടെന്ന് വെക്കാൻ മരുന്നൊന്നുമില്ല, ഞാൻ ഉള്ള മരുന്ന് വെക്കാമെന്നും പറഞ്ഞ് ആദ്യം ബ്രാൻഡി ഒഴിക്കും, പിന്നെ സോസ് ഒഴിക്കും, പിന്നെ കുറച്ച് പെപ്പറിട്ട് മസാലയിട്ട് വാഴപ്പിണ്ടിയൊക്കെ വെച്ച് കെട്ടിവെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ക പറയാണ്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി, പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമാവോന്ന് വെച്ച് പറയാതിരുന്ന എൻ്റെ സഹോദരൻ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിരുന്നു. ആ ഡിവൈസ് കൊണ്ട് ആൾക്കാരെ വയലന്റ് ആക്കാനും കാമാക്കാനും കഴിയും. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അത് കണ്ടുപിടിച്ചത്. പക്ഷേ ആ ടെസ്ല ഓണർ അത് ദുരുപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് കാശുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനെ എൻ്റെ ചേട്ടൻ എതിർത്തതാ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അയാൾ എൻ്റെ ചേട്ടനെ വകവരുത്തിയത്. ഇതെല്ലാം കേട്ട ഹീറോ, അപ്പം നീ ഈ കേസ് തെളിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ കൂടിയതല്ലേ, എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ മ്യൂസിക് കാസറ്റ് പോലും തന്നതല്ലേ, എന്നിട്ട് നീ എന്നെ പറ്റിച്ചു. അത് കേട്ട കാമുകി പറയും, ഇല്ല ചേട്ടാ, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഈ കേസ് തെളിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ സ്നേഹം സത്യമാണ്, നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ വീണുപോയതാ, നിങ്ങളില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് അവർ വഴക്കടിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ഹീറോയെ വിളിച്ചിട്ട് അയാൾക്ക് എന്തോ ഒരു സംഭവം കണ്ടുകിട്ടിയെന്ന് പറയും. എന്താണെന്ന് നോക്കുമ്പോൾ ആ വെള്ളമുടിയനില്ലേ, പോലീസിൽ കുടുങ്ങാതെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട ആ വെള്ളമുടിയൻ, അയാളെ കൂട്ടുകാരൻ കണ്ടുപിടിച്ചു. പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും നിനക്ക് പിടിച്ചു തരാമെന്നും പറഞ്ഞ് കൂട്ടുകാരൻ ഒരുക്കുന്ന ട്രാപ്പിൽ ആ വെള്ളമുടിയൻ പെട്ടുപോവാണ്. അങ്ങനെ ഹീറോ ആ വെള്ളമുടിയനെയും കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിൽ അടച്ചു വെക്കും. വെള്ളമുടിയന്റെ അടുത്ത് തന്നെ ടിവിയിൽ ഈ ടെസ്ല ഓണർ അറസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഓടുന്നുണ്ട്. അപ്പോഴായിരിക്കും ഹീറോ അങ്ങോട്ട് കടന്നു വരിക. നിന്റെ മുതലാളി എല്ലാം സമ്മതിച്ചു, എന്നാൽ നീയാണ് പ്രധാന കുറ്റവാളി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ സത്യം തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെയും 50 വർഷം ഇട്ട് പൂട്ടെന്നും പറഞ്ഞ് ഹീറോ പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തുക. അത് കേട്ട വെള്ളമുടിക്കാരൻ ഉള്ള സത്യമെല്ലാം മുഴുവനായിട്ട് തുറന്നു പറയാം. ഇതെല്ലാം ആ ടെസ്ല ഓണറിന്റെ പരിപാടിയാണ്. അയാൾ ആൾക്കാരുടെ ബ്രെയിനെല്ലാം ഇൻഫെക്റ്റ് ചെയ്ത് അവരെ തമ്മിലടിപ്പിച്ച് പൈസക്കാരെ മാത്രം രക്ഷപ്പെടുത്താനുള്ള പണിയാണ് ഈ ലോകത്ത് അവസാനിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചിരിക്കുക. ഇത് കേട്ട ഹീറോ ഇതെപ്പോഴാണ് അയാൾ ചെയ്യാൻ പോണെന്ന് ചോദിക്കും. ഇന്ന് രാത്രി WWE റെസ്ലിംഗ് മാച്ച് നടക്കുന്ന കോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്നുള്ള സത്യം അയാൾ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ആ ഡിവൈസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ മാച്ച് നടക്കുന്നതിന് മുകളിലുള്ള ബാൾസിനകത്താണ് ഡിവൈസ് എന്ന് പുള്ളിക്കാരൻ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പം ഹീറോ അവിടെ ചുറ്റും ചെയ്തിട്ടുണ്ടായിരുന്ന സെറ്റപ്പ് എല്ലാം മാറ്റിയിട്ട്, നിന്റെ മുതലാളി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ നിന്നെ ഈ സെറ്റപ്പ് വെച്ച് പറ്റിച്ചായിരുന്നു, ഇപ്പം നീ സാക്ഷിയായി മാറിയിട്ടുണ്ട്, ഇനി എല്ലാം തെളിയുന്നും പറഞ്ഞ് ഹീറോ ചിരിച്ചു കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഹീറോയെ സഹായിച്ചിരുന്നു. അവർ ഹീറോയോട് ചോദിക്കും, ഇങ്ങനെ കൺഫെഷൻ എടുക്കുന്നത് ഇല്ലീഗൽ അല്ലേ എന്ന്. അത് കേട്ട ഹീറോ, ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പലപ്പോഴും നിയമത്തെ മറികടക്കേണ്ടി വരും എന്ന് പറയും. അതിന് ആ ഡിപ്പാർട്ട്മെന്റിലെ ലേഡി, അങ്ങനെയാണെങ്കിൽ നിങ്ങളും പെട്ടു എന്ന് പറഞ്ഞ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റപ്പ് എല്ലാം മാറ്റാൻ പറയും. സോ ഹീറോ ഇല്ലീഗലായിട്ട് കൺഫെഷൻ എടുത്തതിനെ ഇവർ റെക്കോർഡ് ചെയ്യായിരുന്നു. ഹീറോ ഒരു സെറ്റപ്പ് ചെയ്തു, അവർ അതിലും വലിയ സെറ്റപ്പ് ചെയ്തു ഹീറോയെ കൊടുക്കാൻ വേണ്ടി. കാരണം ആ ലേഡി പോലീസുകാരെ പിടിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറാണ്, ഇന്റേണൽ അഫയേഴ്സ്. അങ്ങനെ ഈ കേസിൽ ഹീറോ പെട്ടുകിടക്കുക. അപ്പൊ ഹീറോ ആ ഓഫീസറോട് മറ്റൊരു ചോദ്യം ചോദിക്കും, ഈ സെറ്റപ്പുകളൊക്കെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിന് അനുമതി വാങ്ങിക്കണ്ടേ, ഇതെങ്ങനെ സാധിച്ചു? അത് കേട്ട ലേഡി പറയും, ഇത്രയും വേഗത്തിൽ അനുമതി ലഭിക്കില്ല, അതുകൊണ്ട് ചില ബിൽഡേഴ്സിനെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു, അതുകൊണ്ടെന്താ ഒരു കുറ്റവാളിനെ കിട്ടിയില്ലേ. ഇപ്പോഴായിരിക്കും ഹീറോ അടുത്ത ട്വിസ്റ്റ് അടിക്കുക, ഞാൻ ഒളിച്ചു വെച്ചിരുന്നത് ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പൊ നോക്കുന്നും പറഞ്ഞ് അവിടെ ഇട്ടിരുന്ന സെറ്റ് വീണ്ടും ഹീറോ മാറ്റുകയാണ്.
ഇപ്പൊ ഇന്റേണൽ അഫയേഴ്സ് ചെയ്ത കുറ്റം ഹീറോ കണ്ടുപിടിച്ചു. അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ മുകളിലുള്ള വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ തൊല്ല. സംഭവം നമ്മുടെ ടോം ക്രൂസ് ആണ് തന്നെ വീണ്ടും വീണ്ടും ഇവർ കാലേ വാരി നിലത്തടിക്കുകയാണ്. എന്തായാലും അത് കഴിയുമ്പം ഇവിടെ WWE മാച്ച് നടക്കുന്നു. ഒരുപാട് ജനങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്. ഈ മാച്ചിന്റെ ഓർഗനൈസറാണ് നമ്മുടെ ടെസ്ല കമ്പനി ഓണർ. അയാൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ബോംബിനെ തടയാൻ വേണ്ടി ഹീറോ തന്റെ കൂട്ടുകാരനുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഡിവൈസ് ഓൺ ആയാലും ഹീറോയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി വേറൊരു കുഞ്ഞ് നത്തിങ് ഇയർപോഡ് കൂടെ ഹീറോ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ സ്ഥലത്തേക്ക് ചുവന്ന തുണിയൊട്ട് ഡേവൻപോർട്ടിന്റെ തങ്കച്ചിയും വരുന്നു. പക്ഷെ പുള്ളിക്കാരി ഡേവൻപോർട്ടിന്റെ തങ്കച്ചിയാണെന്ന് നമ്മുടെ കമ്പനി മുതലാളിക്ക് അറിയില്ല. മുതലാളിയാണെങ്കിൽ ഈ പെണ്ണിനെ വീണ്ടും കണ്ട സന്തോഷത്തിൽ അവളെ സ്വാഗതം ചെയ്ത് ആനയിച്ച് ഇവരെ ക്യാബിനിൽ തന്നെ ഇരുത്തുവാണ്. എന്നാൽ ഇയാൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ചേച്ചി ഒളിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അയാളാവട്ടെ കളി പഠിച്ച വില്ലനാ. ചേച്ചി അകത്ത് വരുമ്പോൾ തന്നെ ആ തോക്കിൽ ഉണ്ട പുള്ളിക്കാരൻ മാറ്റിയിരുന്നു. അപ്പൊ സത്യത്തിൽ ഈ തങ്കച്ചി ആദ്യം കണ്ടപ്പോൾ തന്നെ അത് ഡേവൻപോർട്ടിന്റെ തങ്കച്ചിയാണെന്ന് വില്ലൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വില്ലൻ ഹീറോയിനെ പിടിച്ച് അവിടെ കെട്ടിവെക്കുകയാണ്. ഈ നേരത്തായിരിക്കും മാച്ച് നടക്കുന്നതിന് മുകളിലുള്ള 2 ബൾബ് ബോളുകളുടെ ഉള്ളിലേക്ക് ഹീറോ കടന്നു ചെല്ലുന്നു. അതിനകത്താണ് ഈ ഡിവൈസ് വില്ലൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. ഹീറോ ആ ഡിവൈസ് എടുക്കാൻ നേരം ഈ മെഷീൻ ഓണായിട്ട് ആ ലൈറ്റ് ബോൾ നേരെ മാച്ച് റിങ്ങിലേക്ക് ഇറങ്ങി വരികയാണ്. ഹീറോയുടെ പാൻറ് കുടുങ്ങി ജെട്ടിയിടാത്തതുകൊണ്ട് നാട്ടുകാരെല്ലാം ആ സുന്ദരാസനം കാണാണ്. പലരും ഇതൊരു പ്രത്യേക മാച്ചാണല്ലോ, ഇതിലെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നതെന്നും പറഞ്ഞ് അതിശയിച്ച് വാ പൊളിച്ച് നോക്കി നിൽക്കുക. ഒരു ആൻറ്റിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പം എന്തായാലും ഹീറോയ്ക്ക് ആ ഡിവൈസ് കൈ കിട്ടിയിട്ടുണ്ട്. ബോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഹീറോ റിങ്ങിന് നടുവിലേക്ക് എത്തി. തനിക്ക് പാൻറ്റും ഇല്ലാന്ന് മനസ്സിലാക്കി. അപ്പോഴായിരിക്കും 2 റഫറിമാർ ഹീറോയെ പിടിക്കാൻ വരുന്നത്. ഭാഗ്യത്തിന് ഹീറോയ്ക്ക് ആ പാൻറ്റ് കിട്ടുന്നുണ്ട്. മൈക്കും വാങ്ങി റഫറിമാരെ മോന്തയ്ക്ക് 2 കുത്തും കൊടുത്തിട്ട് ഹീറോ പാൻറ്റ് വിട്ട് ആ ഡിവൈസ് എടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അപ്പോഴായിരിക്കും വില്ലൻ 2 സെക്യൂരിറ്റിക്കാരെയും വിളിച്ച് ഹീറോയുടെ അടുത്തേക്ക് ഓടി വന്ന് ഹീറോയെ തടഞ്ഞ് പിടിക്കുന്നു. ഹീറോ ആ ഡിവൈസ് പൊട്ടിച്ച് കളയെന്ന് പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ അതിനും മാത്രം വളർന്നിട്ടില്ലടാ, അത് ഓണാക്കാനുള്ള സ്വിച്ച് എന്റെ കയ്യിലാന്നും പറഞ്ഞ് ഇയാൾ സ്വിച്ച് അമർത്തി ഉടനെ ആ ഡിവൈസ് ഓണാക്കി കളഞ്ഞു. ഓണാക്കിയ ഉടനെ ആ മാച്ച് നടക്കുന്ന ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യർക്കും ഹാലിളകി. അവരെല്ലാം പരസ്പരം തല്ലാൻ തുടങ്ങും. ഈ നേരത്ത് വില്ലന്മാര് ആൾക്കാരെയൊക്കെ കൂട്ടി അവരുടെ ബൈക്കും എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുക. പോകാൻ സമയം ഈ ഇൻഫെക്റ്റ് ആയ ആൾക്കാരെ എല്ലാം ഹീറോയെ ടാർഗറ്റ് ചെയ്ത് ഇടിപ്പിക്കാൻ വേണ്ടി ഇയാൾ അതിലെന്തോ ഒരു സെറ്റപ്പും ചെയ്തിട്ടാണ് പോവുക. സോ ഈ പ്രാന്തളയ ആൾക്കാരെല്ലാം ഹീറോയെ പിടിക്കാൻ വേണ്ടി ഓടി വരുന്നു. അതിലെല്ലാവരുടെ കവട്ടയ്ക്ക് അടിയിലും ചെന്നിട്ട് ഹീറോ ഓരോ ഇടിയും കൊടുത്ത് അവിടെ കിടക്കുന്ന ഒരു കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് ഈ വില്ലന്മാരെ പുറകെ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാർ സ്റ്റാർട്ടാവുന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്ന ഹീറോയുടെ മുന്നിലേക്ക് ഒരു വലിയ മൂങ്ങൻ പറന്നു വന്ന് ഇരിക്കുക. ആ മൂങ്ങയെ കാണുമ്പോൾ തൻ്റെ അച്ഛനാണ് മുന്നിൽ വന്നിരിക്കുന്നത്. നിന്റെ അച്ഛനാടാ എന്നുള്ളത് അപ്പോഴാണ് ഹീറോ മനസ്സിലാക്കുക. കാരണം നേരത്തെ പറഞ്ഞിരുന്നു, അപ്പാ നിങ്ങൾ എന്നിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂങ്ങയായിട്ടെങ്കിലും എൻ്റെ മുന്നിൽ വരണമെന്ന് ഹീറോ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പനിപ്പോൾ തന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഹീറോ ഒന്നും നോക്കില്ല. മൂങ്ങയുടെ കാലിലും പിടിച്ചിട്ട് ഈ വില്ലന്മാരുടെ പുറകെ പറന്നു വരിക. ഓരോ വില്ലന്മാരെയും പറന്ന് ചവിട്ടി തെറിപ്പിച്ചിട്ട് അവസാനം മെയിൻ വില്ലന്റെ പുറകെ ചെന്നു. പോണ വഴിക്ക് ഒരാൾ കാപ്പിയും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അവസാനം വില്ലനെ പിടിച്ചിട്ടുണ്ട്. ഇടിക്കാൻ സമയമായതുകൊണ്ട് തന്നെ കുറച്ചു നേരം ബട്ടിസ്റ്റയോട് ഡയലോഗ് പറയാൻ പറഞ്ഞിട്ട് ഹീറോ വില്ലന്റെ പള്ളക്കിട്ടൊരു കുത്തു കൊടുക്കും. അങ്ങനെ വില്ലൻ സൈഡായി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആ ഡിവൈസ് പുറത്തെടുക്കണമെന്നും പറഞ്ഞ് ഡിവൈസ് പറിക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും ഹീറോയിൻ വരുന്നത്. ഹീറോയിൻ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ച് ഞാനിവനെ കൊല്ലൂന്ന് പറയുമ്പോൾ ഹീറോ വേണ്ട, കൊല്ലണ്ട, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, അതുകൊണ്ട് പോലീസുകാർക്ക് ഇവനെ കൊടുക്കാം, നമുക്കിപ്പോൾ ആൾക്കാരെ കാമാക്കാം, ആ ഡിവൈസ് എടുക്കുന്നും പറഞ്ഞ് ഇവർ വില്ലന്റെ കയ്യിൽ നിന്ന് ഡിവൈസ് എടുത്തിട്ട് ആൾക്കാരെ എല്ലാം കാമാക്കും. അങ്ങനെ തമ്മി ഇടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോടെ കാമായി പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നതുകൊണ്ട് ഹീറോ വാ നമുക്ക് ഉമ്മയ്ക്കാന്നും പറഞ്ഞ് ആ അമ്മച്ചിനെ പിടിച്ച് ഉമ്മയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഥം മുടിന്തതെന്നും പറഞ്ഞ് ഈ സിനിമ അവസാനിക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അങ്ങനെ അതിമനോഹരമായ ബഹുപൃഷ്ടമായ ദ്വന്ദ്കാമനീതാളമായ ഈ സിനിമ അവിടെ വെച്ച് അവസാനിക്കും. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from ഒരു കഥ സൊല്ലട്ടുമാസ്.